ബുഹാരി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നേക്കുന്നത്. 1951 സ്റ്റാർട്ട് ചെയ്ത റെസ്റ്റോറൻറ്റാണ്. നമ്മുടെ ചിക്കൻ 65 ഫസ്റ്റ് ഇൻവെൻറ്റ് ചെയ്ത റെസ്റ്റോറൻറ്റാണ് ചെന്നൈയിലെ ബുഹാരി. നമ്മളത് ഫേമസ് ആയതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വരാൻ കാരണം. അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത് അവിടുത്തെ സ്പെഷ്യൽ സൂപ്പുണ്ട്. അവിടുത്തെ ബുഹാരി സ്പെഷ്യൽ സൂപ്പ് എന്ന് പറഞ്ഞൊരു സൂപ്പുണ്ട്. അത് ചിക്കനിലും മട്ടണിലും ഇഷ്ടമുള്ളതുപോലെ പറയാം. അതിൽ മെയിനായിട്ട് ആൽമണ്ട് പേസ്റ്റാണ്, നമ്മുടെ ബദാമിൻ്റെ പേസ്റ്റ് ഉണ്ട്, ക്രീമും എല്ലാം കൂടി ചെയ്ത ഒരു തിക്കായിട്ടുള്ളൊരു സൂപ്പാണ്. അപ്പോൾ ഞാൻ അതാണ് ഓർഡർ ചെയ്തത്, ബുഹാരി സ്പെഷ്യൽ സൂപ്പ്. പിന്നെ നിധിയേട്ടൻ ഓർഡർ ചെയ്തത് ചിക്കൻ മാഞ്ചോ സൂപ്പ്, അതൊരു ചൈനീസ് ചിക്കൻ സൂപ്പാണ്. അപ്പോൾ രണ്ടും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേർക്ക് ഷെയർ ചെയ്ത് കുടിക്കാം. അപ്പോൾ പിന്നെ സ്റ്റാർട്ടറായിട്ട് ഓഫ്കോഴ്സ് എന്തായിരിക്കും, ചിക്കൻ 65 തന്നെയാണ്. അപ്പോൾ ബുഹാരീസ് ഒറിജിനൽ റെസിപ്പി എന്ന് അവർ ബ്രേക്കറ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇവിടുത്തെ ചിക്കൻ 65 എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ മെയിൻ കോഴ്സ് വന്നിട്ട് ഓർഡർ ചെയ്തത് മട്ടൻ ദം ബിരിയാണി, ഞാൻ നിധിയേട്ടൻ ചിക്കൻ ദം ബിരിയാണി. അപ്പോൾ ഫസ്റ്റ് സൂപ്പും സ്റ്റാർട്ടറും വരട്ടെ, ലെറ്റ്സ് ട്രൈ. ഒരു വെറൈറ്റി സൂപ്പ്. ഇതിൽ ബ്രെഡ് പീസ്, ചിക്കൻ പീസസ്, ഒരു ക്രീമി, ഭയങ്കര തിക്നെസ് അല്ല എന്നാലും കൊള്ളാം. ഇതുവരെ കഴിക്കാത്ത ഒരു സൂപ്പിൻ്റെ ഒരു ഫ്ലേവർ, ബദാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. റിച്ച്, കൊള്ളാം. ഇതേട്ടാ കഴിക്കും. ഇത് വന്ന് ചിക്കൻ മഞ്ചാവ് സൂപ്പ്. എല്ലാ ഹോട്ടലിലും നമ്മളവിടെ എല്ലായിടത്തും കിട്ടുന്നതാണ്. ഞാൻ ഇതെൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. സൂപ്പ് പറഞ്ഞ് 10 മിനിറ്റിനകത്ത് സാധനം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സ്റ്റാർട്ടറുണ്ട്, സ്റ്റാർട്ടർ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടർ ഇനി വരും. വലിയ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതേ വെയിറ്റിംഗ് പീരീഡ് തന്നെ നമ്മുടെ നാട്ടിലുള്ള പല ഹോട്ടൽസിലും ഉണ്ട്, നല്ല ഹോട്ടൽസിൽ. നമ്മുടെ കൊള്ളാം കേട്ടോ, റിച്ച്, ക്രീമി, കൊള്ളാം, നന്നായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ നിധിയേട്ടനെ മാറ്റിയിട്ട് ഇത് കുറച്ച് നീക്കി വെച്ചിരുന്നു, എനിക്കെടുക്കാൻ വേണ്ടി. അയാൾ ഓടി വന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഭയങ്കര ഇതുണ്ടല്ലേ ഇൻഗ്രീഡിയൻസ്. കൊള്ളാം. പക്ഷെ കുടിച്ചിട്ടുള്ളതുകൊണ്ട് വലിയ പുതുമയില്ല, അത് പക്ഷേ ഒരു പുതു ഫ്ലേവർ. ഇവരുടെ ബുഹാരി സ്പെഷ്യൽ സൂപ്പും മട്ടണിലും അവൈലബിൾ ആണ്. നമ്മൾ ചിക്കനാണ് ഓർഡർ ചെയ്തത്. നമ്മളിത് കുടിച്ചുകൊണ്ടിരിക്കുക ഒരു കോംപ്ലിമെൻ്ററി ജ്യൂസ് എന്ന് പറഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, ഗ്രേപ്സ് ജ്യൂസ്. വെൽക്കം ജ്യൂസാണ് അവരുടെ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എൻ്റെ ഫേവറേറ്റ് ആണ് ഗ്രേപ്സ് ജ്യൂസ്. വിഷയ സാധനം, പൊളി അല്ലേ? സെറ്റടേ. വൈനാണോ ഗ്രേപ്പ് ജ്യൂസ് ആണോ? സെറ്റ്, പൊളി. മയണൈസാ? ചിക്കൻ 65 ആണ്. മട്ടൻ ബിരിയാണി ഇവിടെ. ഇത് ചട്നിയാ? ഹൽവ. ഇവിടെ വന്നപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചുണ്ട്. ചിക്കൻ 65 ഇവർ ഇൻവെൻറ്റ് ചെയ്തതാണ് ഫസ്റ്റ് ചെന്നൈയിൽ. ബുഹാരിയാണ് ഇൻവെൻറ്റ് ചെയ്തത്. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ പീസാണല്ലേ ചിക്കൻ 65. ഇത് ഒരു വലിയ പീസ്. പിന്നെ ഒരു മയണൈസ്, എനിക്ക് തോന്നുന്ന ഒരു ചില്ലിയൊക്കെ ഇട്ടിട്ടുള്ളൊരു മയണൈസാണ്. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ മട്ടൻ ബിരിയാണി, നിധിയുടെ ചിക്കൻ ബിരിയാണി. ഇത് വന്നിട്ട് അച്ചാറ്. ഇത് വന്നിട്ട് ബ്രെഡ് ഹൽവ നമ്മളങ്ങനെ കേട്ടിട്ടില്ല. ബ്രെഡ് ഹൽവ, പിന്നെ സാലഡ്. രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ തീർത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കൻ 65 ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഈ പീസ് ഇഷ്ടപ്പെട്ടു, ഇതെടുക്കാം. ആദ്യം വെറുതെ കഴിച്ചു നോക്കട്ടെ. കൊള്ളാം കേട്ടോ. മീറ്റ് നോക്കും, നല്ല ടെൻഡർ മീറ്റാണ്. അപ്പോൾ നമുക്കിത് സോസിൽ മുക്കി കഴിച്ച് നോക്കാം. സോസ് മീൻസ് മയണൈസ് ആണെന്ന് തോന്നുന്നു. ഇത് ഞാൻ മയണൈസ് കഴിക്കാത്തതാണ്.
ഒരു സോർ ടേസ്റ്റ് ഉണ്ട്, ചെറിയൊരു സ്പൈസിനെസ് ഉണ്ട്, ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. കൊള്ളാം. പക്ഷെ ഇത് മാത്രമായിട്ട് കഴിക്കുന്നതായിരിക്കും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നു. കൊള്ളാം, നല്ലത്. ഓവറായിട്ട് ഫ്ലേവറൊന്നുമില്ല കേട്ടോ. മീൻസ് ഭയങ്കര ഈ മസാല ആ പരിപാടിയൊന്നുമില്ല, കറക്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ മട്ടൻ ബിരിയാണി ചാറ് ഇപ്പോൾ ജസ്റ്റ് കഴിച്ചു നോക്കട്ടെ. മട്ടൺ പീസൊക്കെ തന്നെ വെൽ കുക്കാണ്. നമുക്ക് മട്ടൻ ബിരിയാണി മാത്രമായിട്ട് കഴിച്ചു നോക്കാം, സാലഡൊന്നും ഇല്ലാതെ. പൊളി എന്നുവെച്ചാൽ റൈസിലൊക്കെ നല്ല ഫ്ലേവറാണ്, ആവി പറക്കുന്നു, നല്ല സോഫ്റ്റ് ഒരു മീൻ. കൊതിവിടല്ലായിരുന്നു. എന്തായാലും ഞാൻ കഴിച്ച കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വീഡിയോ ഇടുന്നതുകൊണ്ട് വിഷയമില്ല. അത് അച്ചാറല്ല, വേറെ എന്തോ ഒരു സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ട്. ചട്നി ആയിരിക്കാം, മേ ബി, അറിയില്ല. കൊള്ളാം. ചിക്കൻ ദം ബിരിയാണി എങ്ങനെയാണ് നമുക്ക് നോക്കാം. ചിക്കൻ ദം ബിരിയാണി എനിക്ക് ആദ്യത്തെ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്കറിയാം എന്താണെന്ന്. ഒരു വലിയ പീസുണ്ട് കേട്ടോ, കാല്. ഒരു മസാലയുടെ ഫ്ലേവർ ഇല്ലേ, അത് റൈസിൽ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ചിക്കൻ പീസൊക്കെ ശരിക്കും ഈ ബിരിയാണി കംപ്ലീറ്റ് ആവുന്ന ആ ചിക്കൻ്റെ പീസും കൂടി വരുമ്പോഴാണ് കേട്ടോ. ചിക്കൻ്റെ ഫ്ലേവറും കൂടി ഇതിൽ മിക്സ് ആകുമ്പോഴാണ് ശരിക്കും ആ ഒരു നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. ഹൈപ്പിനകത്ത് വന്നിട്ടുണ്ട്, കാരണം ഇവിടെ ഒരു $15,000 റേറ്റിംഗ് ഉള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. മൗണ്ട് റോഡിലാണ് ഇതുള്ളത്. ഇനി ഒരു ബ്രെഡിൻ്റെ സ്വീറ്റ് ഉണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാഷ്യൂസ് ഒക്കെ ഇട്ടതാണ്. ഭയങ്കര ഇതായിരുന്നു പറയാൻ പറ്റില്ല. ഒരു ഈസ്റ്റിൻ്റെ ഒക്കെ ഫ്ലേവർ നിൽക്കുന്ന പോലെ. ബ്രെഡിൻ്റെ അല്ലേ, അതായിരിക്കാം. അപ്പോൾ ഇതാണ് ഒരു ഇൻവിസിബിൾ ചായ. ഇതുവരെ കുടിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഇൻവിസിബിൾ ചായ ട്രൈ ചെയ്യും. അപ്പോൾ ഒരാൾ ദം ടീ, ഒരാൾ സാഫ്രോൺ ടീ. സാഫ്രോൺ ഇതളുകൾ തൂകിയ ടീ വേണ്ടില്ല അത്രയ്ക്ക്. സാഫ്രോൺ ടീ. നല്ല ചൂടുണ്ട്, പാലിൻ്റെ മണം. ദം ടീ ആണേ. വാ, ഇവിടെ സെറ്റടാ. ഇതിൽ എനിക്ക് തോന്നുന്നു പാല് നല്ല കൊഴുത്ത പാലാണെന്ന് തോന്നുന്നു. ആ പാലിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കട്ടിപ്പാലും ഒട്ടകപ്പാൽ. നിങ്ങൾ വിചാരിക്കണേ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് എന്തിനാ ഇത്ര എക്സ്പ്രഷൻ? എന്നിട്ട് കൊള്ളാം, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, നല്ല കൊഴുത്ത ചായ. ഇത് വന്നിട്ട് സാഫ്രോൺ ടീ. സാഫ്രോൺ അമ്പോ, ഓ ഇതാണ് നീ പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു. അത് തന്നെ നീ പറഞ്ഞ സംഭവം, അത് ഇതിനകത്തുണ്ട്. നീ പറഞ്ഞ ഇതിനകത്തുണ്ട്. നല്ല കൊഴുത്ത പാല് എന്നുവെച്ചാൽ ചായയുടെ എക്സ്ട്രീം ലെവല്. പാലിൻ്റെ ആ ഒരു ഫാറ്റ്നെസ്സും പിന്നെ കടുപ്പവും ആ ചായയുടെ ഫ്ലേവറും അറിയാൻ പറ്റുന്നു. കൊള്ളാം. ആ ചായ എനിക്ക് തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിലൊരു കുങ്കുമപ്പൂവിൻ്റെ മണമുണ്ട്. ഉണ്ട് കുങ്കുമപ്പൂ. കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവർ അറിയാൻ പറ്റും. സത്യം പറയല്ലോ, ഞാൻ കുടിച്ച ചായകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായ ഇതിൽ. പക്ഷെ ആർട്ടിഫിഷ്യൽ അല്ല, എന്നാലും കുങ്കുമപ്പൂ ഇട്ടുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് പ്ലെയിൻ ചായ. ചെന്നൈ ബുഹാരിയിലെ ദം ടീ എൻ്റെ ഫേവറേറ്റായി മാറി. ഇതിനെല്ലാം വേറെ വരണം. ഇപ്പോൾ നമ്മളൊരു ചായ ഉണ്ടല്ലോ, ആ ചായ കുടിക്കുമ്പം അതിലെ പാലിൻ്റെ കൊഴുപ്പും ആ
തേയിലയുടെ കടുപ്പവും തിരിച്ചറിയാൻ പറ്റണമെന്നില്ല ഒരു ചായയിൽ. പക്ഷേ ഇതിലതറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ടേസ്റ്റുള്ള കണ്ടു കഴിഞ്ഞാൽ എനിക്കത് കണ്ടുപിടിച്ചാൽ അതൊരു ഉറക്കം വരും. നിജം പറഞ്ഞ കണക്കാണ്, വെള്ളം ചേർക്കാത്ത പാല്. അടിപൊളി. എനിക്ക് പക്ഷേ ഇത്രയും കഴിച്ചതിൽ ലാസ്റ്റ് കുടിച്ച ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാത്തിനേക്കാളും ബിരിയാണി 65 പിന്നെ ഗ്രേപ്സ് ജ്യൂസും ഈ ചായയാണ് എനിക്ക് ഏറ്റവും 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 ഇഷ്ടപ്പെട്ട ഇന്ന് കഴിച്ച്. ടീ സൂപ്പർ. അപ്പോൾ ഇനി ബില്ലും കൂടെ വന്നിട്ട് നമുക്ക് വർത്താണോ അല്ലേ എന്ന് നോക്കാം. അപ്പോൾ ബില്ല് വന്നിട്ടുണ്ട്. ബില്ലും ടേസ്റ്റ് വൈസും എല്ലാം നോക്കുമ്പോൾ ഈക്വൽ ആണ്, വർത്താണ്.